എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ വിശദമായി. വടക്കേ ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ അവസ്ഥ പരിതാപകരമാണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും സ്ഥിതി വളരെ ഗുരുതരവുമാണ്. സർക്കാർ സംവിധാനങ്ങൾ പോലും കടന്നു ചെല്ലാത്ത ഉൾപ്രദേശങ്ങളിലാണ് മിഷണറിമാരായ കന്യാസ്ത്രീകൾ ക്രിസ്തുവിനെ പ്രതി സേവനം ചെയ്യുന്നത്. ഇപ്പോഴിതാ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ സിസ്റ്റർമാരെ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഘപരിവാർ ക്രൈസ്തവ വിരുദ്ധതയും അജണ്ട BJP ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് ആരോപിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പറ്റം ബജ്രംഗ് ദാൾ പ്രവർത്തകർ കന്യാസ്ത്രീമാരെ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ബജ്രംഗ് ദാൾ എന്ന തീവ്രവാദ സംഘടന ഉത്തരേന്ത്യയിൽ നിരന്തരമായി ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബജ്രംഗ് ദാൾ അഴിഞ്ഞാടുകയാണ്. ക്രൈസ്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. സാധുക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച പാവപ്പെട്ട സഹോദരിമാരെ തുറുങ്കിലടയ്ക്കുന്ന നീതിയെ കാട്ടുനീതി എന്നല്ലാതെ എന്താണ് നമ്മൾ വിളിക്കുക? നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇടമുള്ള ഒരു അവസ്ഥയാണ്. എല്ലാവരുടെയും ശബ്ദത്തിന്, അഭിപ്രായത്തിന്, വിശ്വാസത്തിന് ഇടമുണ്ടവിടെ. അത് കാക്കാൻ ഭരണാധികാരികൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരുമാണ്. ഭരണഘടനയിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്തവർ പാലിക്കേണ്ടതാണത്. എല്ലാ വിശ്വാസങ്ങൾക്കും എല്ലാ ആചാരങ്ങൾക്കും നമ്മുടെ മണ്ണിൽ സ്ഥാനമുണ്ടാകണം. അങ്ങനെ സ്ഥാനമില്ലാതെ വന്നാൽ നമ്മുടെ നാട് ദുരന്തത്തിലേക്കും കലാപത്തിലേക്കും പോകും. ആരുടെയും കണ്ണീര് വീഴാത്ത, എല്ലാ അഭിപ്രായങ്ങൾക്കും ഇടമുള്ള, എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാനിക്കുന്ന നല്ല നാടാവണം നമ്മുടേത്. നല്ല നാളുകളാവണം നമുക്കുണ്ടാകേണ്ടത്. അതിന് വിഘാതമായി ആര് പ്രവർത്തിച്ചാലും അവരെ തളയ്ക്കാൻ, അവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണം കൈയാളുന്നവർ ശ്രദ്ധിച്ചേ മതിയാകൂ. ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ തടവറകളിൽ നിന്ന് മോചിപ്പിക്കാൻ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ജയിലിലടയ്ക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാരോടുള്ള ഞങ്ങളുടെ സ്നേഹവും അവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും ഈ ഇടവക സമൂഹം ഒരുമിച്ച് കൂടുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിയാണ്. നീതി ആരുടെയും ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. എന്തിനാണ് സാധുക്കളെ സംരക്ഷിക്കുന്നവരെ ആക്രമിക്കുന്നത്? തെരുവിൽ കിടക്കുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തിട്ടുണ്ട്. ആരോരുമില്ലാത്ത മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണ്ടാത്തവർക്ക് കാവലാകുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തെറ്റുകളായി കാണുന്നൊരു ലോകത്ത് ജീവിക്കാൻ നമ്മൾ ഭയപ്പെടണം. അതെല്ലാം ഈ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കുന്ന പുണ്യമാണ് എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മുടെ നാട് ഉണരേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ സന്തോഷവും സമാധാനവും നീതിയുമുള്ള ഒരു നാടായി നമ്മുടെ നാട് നിലനിൽക്കണം. ഇവിടെ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും എല്ലാവരും സഹോദരങ്ങളായി ജീവിക്കണം. ശത്രുക്കളല്ല നമുക്ക് വേണ്ടത്, മിത്രങ്ങളാണ്. മിത്രങ്ങളെ ശത്രുക്കളാക്കുന്ന രീതികൾ ആരും അവലംബിക്കാൻ പാടില്ല. അതാരെടുത്താലും അവരെ നമ്മൾ തടയുക തന്നെ വേണം. ആ തടയേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികളുടേതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്നത് നീതി നടപ്പാക്കുക. സാധുക്കൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചവരെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരല്ലേ നിങ്ങൾ? അത് നിങ്ങൾ നിറവേറ്റും. ഈ നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ ആദരവോടെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നീതി നടപ്പാക്കും. നീതിന്യായ വ്യവസ്ഥയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ സഹോദരിമാരെ സംരക്ഷിക്കാൻ, അവരെ മോചിപ്പിക്കാൻ എല്ലാവർക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അധികാരമുള്ളവരെല്ലാവരും അതിന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ വികാരമാണ്.
ഇത് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. ആ സഹോദരിമാരുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര്, മനോവേദന നിങ്ങൾ കാണാതെ പോകരുത്. കാരണം അവർ സ്വന്തം സുഖത്തിന് വേണ്ടിയോ സ്വയം സമ്പാദിക്കാൻ വേണ്ടിയോ പോയവരല്ല. മറ്റുള്ളവരെ സംരക്ഷിക്കാനും മറ്റുള്ളവർക്ക് സുഖമുണ്ടാകാനും വേണ്ടി ജീവിതം നൽകിയവരാണ്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ ജാതിയോ മതമോ നോക്കിയല്ല നന്മ ചെയ്യുന്നത്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. മനുഷ്യത്വമുള്ള സകലരും അവരോടൊപ്പം നിൽക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. ഹലോ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. എളവൂർ ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പുളിയനം ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മതപണ്ഡിതന്മാർ നിങ്ങളോട് പ്രിയമുള്ളവരെ, അറസ്റ്റിലായ നമ്മുടെ സഹോദരിമാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എളവൂർ സെന്റ് ആനീസ് ഇടവക സമൂഹം നയിക്കുന്ന പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടന റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കടന്നു വരുന്നു. 3 യുവതികൾക്ക് സംരക്ഷണവും തൊഴിൽ പരിശീലനവും നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരായ സിസ്റ്റേഴ്സിനെ മനുഷ്യകടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും പേരിൽ കള്ളക്കേസ് ചമച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലി, എളവൂർ സെന്റ് ആനീസ് ഇടവക സമൂഹം നയിക്കുന്ന പ്രതിഷേധ റാലി പന്തം കൊളുത്തി പ്രകടനമിത ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നമ്മുടെ സഹോദരിമാരായ സിസ്റ്റേഴ്സിന്റെ അന്യായമായ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുവാൻ നമുക്ക് ഒന്നിച്ച് അണിചേരാം. പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ റാലിയിൽ നിങ്ങളുടെ മകനീയ സാന്നിധ്യം നമുക്ക് കൈകോർക്കാം. സ്വന്തം നാടും വീടും മാതാപിതാക്കളെയും വിട്ട് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അന്യ സംസ്ഥാനങ്ങളിൽ ആതുര സേവനം ചെയ്യുന്ന പ്രിയ സിസ്റ്റേഴ്സിനെ മനുഷ്യകടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും കള്ളക്കേസ് ആരോപിച്ച് തടങ്കലിലാക്കിയതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലി, സമൂഹം നയിക്കുന്ന പ്രതിഷേധ റാലി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ഈ പ്രതിഷേധ റാലിയിൽ അണിചേരുവാൻ സാധനം ക്ഷണിക്കുന്നു. അറസ്റ്റിലായ നമ്മുടെ സഹോദരിമാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷതയും സമത്വവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കണമെന്നും അസഹിഷ്ണുതയും അധികാരവും ചേർന്ന മതന്യൂനപക്ഷങ്ങളെ അപമാനിക്കുന്നതിനുള്ള കള്ളക്കേസുകൾക്ക് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ റാലി, എളവൂർ സെന്റ് ആനീസ് ഇടവക സമൂഹം നയിക്കുന്ന പ്രതിഷേധ റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ പന്തം കൊളുത്തി പ്രകടന റാലി കടന്നു വരുന്നു. പ്രതിഷേധ റാലി പുളിയനം ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മതപണ്ഡിതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു. സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന രീതിയിൽ സാമൂഹിക അന്തരീക്ഷം വർഗീയമാക്കരുതെന്ന മുന്നറിയിപ്പുമായി എളവൂർ സെന്റ് ആനീസ് ഇടവക ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പ്രതിഷേധവുമായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, മതനിരപേക്ഷതയും സമത്വവും സാമൂഹ്യ നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളിൽ നിന്നും നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, അധികാരികളിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ട് താങ്ങായും തണലായും ചേർത്ത് പിടിച്ച സിസ്റ്റേഴ്സിനെ സമാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന രീതിയിൽ സാമൂഹിക അന്തരീക്ഷം വർഗീയമാക്കരുത് എന്ന മുന്നറിയിപ്പുമായ എളവൂർ സെന്റ് ആനീസ് ഇടവക സമൂഹത്തിന്റെ പ്രതിഷേധ റാലി ഇതാ കടന്നു വരുന്നു. നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് നീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷതയും സമത്വവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
പ്രതിഷേധ റാലി പന്തംകുളത്തി പ്രകടനമിത ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. കൊടിയനം ജംഗ്ഷനിൽ പ്രതിഷേധ റാലി സമാപിക്കുമ്പോൾ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മതപണ്ഡിതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരിമാരായ സിസ്റ്റേഴ്സിന്റെ മോചനത്തിനായി നമുക്ക് ഏവർക്കും ഈ പ്രതിഷേധ റാലിയിൽ അണിചേരാം. ഛത്തീസ്ഗഡിൽ വെച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച നമ്മുടെ പ്രിയ സഹോദരിമാരായ സിസ്റ്റേഴ്സിന്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് എളവൂർ സെന്റ് ആന്റണീസ് ഇടവക സമൂഹം നയിക്കുന്ന പന്തംകുളത്തി പ്രതിഷേധ റാലി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പ്രതിഷേധ റാലി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെന്റ് സമൂഹം നയിക്കുന്ന പ്രതിഷേധ റാലി കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ വെച്ച് കേസിനെ കുടുക്കി തടങ്കലിൽ വെച്ചിരിക്കുന്ന എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നാലെ കടന്നു വരുന്നു. സമാപിക്കുമ്പോൾ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മതപണ്ഡിതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു. മൂന്ന് യുവതികൾക്ക് സംരക്ഷണവും തൊഴിൽ പരിശീലനവും നൽകുവാനുള്ള തുല്യമായ മതപരിവർത്തനത്തിന്റെയും പേരിൽ കള്ളക്കേസിൽ കുടുങ്ങിയ പ്രതിഷേധിച്ച് എളവൂർ സെന്റ് ആന്റണീസ് ഇടവക സമൂഹം നയിക്കുന്ന പ്രതിഷേധ റാലി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പ്രതിഷേധ റാലി ഈ വേദികളിലൂടെ കടന്നുകൊണ്ട് കൊടിയനം ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മതപണ്ഡിതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ സഹോദരിമാർക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കന്യാസ്ത്രീകളെ കാരണമായി എളവൂർ സെന്റ് ആന്റണീസ് ഇടവക സമൂഹത്തിന്റെ വൻ പ്രതിഷേധ റാലി കൊടിയനം ജംഗ്ഷനിൽ എത്തിച്ചേരുകയാണ്. പ്രതിഷേധം
കള്ളക്കേസിൽ ജയിലിലടച്ച അധികാരികളെ സൂക്ഷിച്ചോ, അധികാരികളെ സൂക്ഷിച്ചോ. നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. വർഗീയവാദം തുലയട്ടെ, വർഗീയവാദം തുലയട്ടെ. മതേതരത്വം വളരട്ടെ. ഒന്നായൊന്നായി പറയുന്നു, ഒന്നായൊന്നായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു. ഒന്നിൽ ഇടവക ഒന്നാകെ ഞങ്ങളുടെ പ്രിയരാം സോദരിമാരെ, ജയിലിലടച്ച നിങ്ങൾക്ക്, ജയിലിലടച്ച നിങ്ങൾക്ക്, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. പ്രതിഷേധം, 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 പ്രതിഷേധം. എളവൂരിന്റെ പ്രതിഷേധം. യേശു നൽകിയ സന്ദേശം. സ്നേഹം പറഞ്ഞവരെ, നമ്മൾ സമയം ഒത്തിരി ലേറ്റ് ആകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ അൻവർ MLA, നമ്മുടെ മൈനോറിറ്റി ചെയർമാൻ സക്കീർ ഹുസൈൻ, നമ്മുടെ വികാരിച്ചൻ, സൊസൈറ്റി പ്രസിഡന്റ് PV ജോസേട്ടൻ, വാര്യര്, നമ്മുടെ ഇടവകങ്ങളെല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞു. ആദരവോടെ MLA ശ്രീ അൻവർ സാദത്ത്, മിസ്റ്റർ സക്കീർ ഹുസൈൻ, ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ചെയർമാൻ, പ്രിയമുള്ളവരും, നമ്മുടെ ജോണിയച്ചൻ ഇവിടെയുണ്ട്. അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്നതാണ്. അച്ഛൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഇന്നിപ്പോൾ വൈകുന്നേരം തുടങ്ങിയാൽ നാളെ നേരം വെളുക്കുന്നവരെ പറയാൻ മാത്രം അനുഭവങ്ങളുമായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. നമുക്കൊന്നേ പറയാനുള്ളൂ, ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ നാട് നമ്മുടെ എല്ലാവരുടേതുമാണ്, നമ്മുടെ എല്ലാവരുടേതുമാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. ഈ നദികളെല്ലാം കൂടെ വെട്ടിച്ചുരുക്കി ഒന്നാക്കാൻ പറ്റുമോ? നമുക്ക് ഒന്നാക്കാൻ പറ്റില്ല. കേരളം എന്ന ശരീരത്തിന്റെ ഞരമ്പുകളാണ് 44 നദികൾ. ഈ 44 നദികൾ ഒഴുകിയാൽ മാത്രമേ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവൂ. ഭാരതം എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുന്ന, എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഇടമുള്ള, എല്ലാ അഭിപ്രായത്തിനും വില കൽപ്പിക്കുന്ന ഒരു മണ്ണും നാടുമാണ്. അവിടെ ഇനി നിങ്ങൾ മിണ്ടണ്ട, ഇനി നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയില്ല എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എല്ലാവർക്കും വിലയുണ്ടാവണം, എല്ലാവർക്കും ഇടമുണ്ടാവണം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ജൈനനും ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരനും എല്ലാവരും ഒരുമിച്ച് പുലരുന്ന ഒരു നാടാണ് നമ്മുടേത്. അതാണ് നമ്മുടെ സംസ്കാരം, അതാണ് നമ്മുടെ പാരമ്പര്യം. അതിന് വിഘാതം വരാൻ പാടില്ല. അതിന് വിഘാതം വരുമ്പോഴാണ് ഇമ്മട്ടിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണരുന്നത്. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാരുടെ മേൽ ഇമ്മട്ടിലുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ല എന്ന് നാം ഉറക്കെ പറയുമ്പോഴും അവർ ചില തെറ്റുകൾ ചെയ്തു. ആർക്കും വേണ്ടാത്ത തെരുവിൽ എറിയപ്പെട്ട കൊച്ചുകുഞ്ഞുങ്ങളെ വാരിയെടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അതൊരു തെറ്റാണെങ്കിൽ അവർ ആ തെറ്റ് ചെയ്തു. മക്കൾ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ അവർ കോരിയെടുത്തുകൊണ്ടുപോയി സംരക്ഷിച്ചു. സ്വന്തം മാതാപിതാക്കളായിരുന്നില്ല, ആരുടെയൊക്കെയോ മാതാപിതാക്കൾ. അവർക്ക് സംരക്ഷണം കൊടുത്തു. പുഞ്ചിരിയോടെ മരണത്തെ നേരിടാൻ പഠിപ്പിച്ചു. അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റാണ് അവർ ചെയ്തത്. അക്ഷരമറിയാത്ത കുഞ്ഞുങ്ങളെ അവർ അക്ഷരം പഠിപ്പിച്ചു. അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തതാണ്. മുറിവുമായി വന്ന, അസുഖവുമായി വന്ന ഒരുപാട് പേർക്ക് അവരൊരു ഡോക്ടറായി, നഴ്സായി, സൗഖ്യ ശുശ്രൂഷകയായി, അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തതാണ്. അത്തരം തെറ്റുകളുടെ പേരിൽ അവരെ ക്രൂശിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കുരിശാരോഹണം സന്തോഷത്തോടെ അവരേറ്റെടുക്കും. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സഹനത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന വിശ്വാസമല്ല, സഹനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശ്വാസം തന്നെയാണ്. ഒരുപാട് പേരെ അഗ്നിക്കിരയാക്കിയപ്പോഴും വാളിനിരയാക്കിയപ്പോഴും വധിച്ചപ്പോഴും തളരാതെ പോയ ഒരു വിശ്വാസത്തിന്റെ പേരാണ് ക്രൈസ്തവത്വം. അതുകൊണ്ട്
ഒരാളെ ഇല്ലാതാക്കിയാൽ തീരുന്നതല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന ഈ വിശ്വാസ പ്രമാണം. ഒരാളെ നശിപ്പിച്ചാൽ അവസാനിക്കുന്നതല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ വിശ്വാസ പ്രമാണം. നാം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരാണ്. ഹൈന്ദവനെയും ജൈനനെയും ബുദ്ധനെയും ഇസ്ലാമിനെയും ചേർത്ത് പിടിക്കുന്ന വിശ്വാസമാണ് നമ്മുടേത്. നാം ആർക്കും എതിരായിട്ടല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വിശ്വാസം. ഒരുത്തന്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അന്വേഷിച്ചിട്ടല്ല നാം അവരെ ചേർത്ത് പിടിക്കുന്നത്, അവർക്ക് സൗഖ്യ ശുശ്രൂഷ നൽകുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ വാരിയെടുക്കുന്നത്, അവരെ അക്ഷരം പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ആദ്യം നമ്മൾ മനുഷ്യരാണ്. അതിനുശേഷമാണ് നമ്മൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബുദ്ധനോ ജൈനനോ ഒക്കെ ആകുന്നത്. നമ്മളിലൂടെ എല്ലാം ഒഴുകുന്നത് ഒരേ ചോരയാണ്, സ്നേഹത്തിന്റെ ചോര. അതുകൊണ്ട് ആരെയും തുറുങ്കിലടയ്ക്കാതെ, ആരെയും മാറ്റി നിർത്താതെ, ആരെയും വെട്ടിവീഴ്ത്താതെ എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന ഒരു മണ്ണാണ്, ഒരു നാടാണ് നമ്മുടേത് എന്ന കാര്യം ആരും മറക്കരുത്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഇത് ഉച്ചത്തിൽ പറയേണ്ടി വരുന്നു? അതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു, വിഘാതങ്ങൾ ഉണ്ടാകുന്നു. ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളൊക്കെ കുറ്റക്കാരായി വിധിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നാടിനോട്, ഇവിടുത്തെ അധികാരികളോട് മറ്റൊന്നുമല്ല പറയാനുള്ളത്. നിങ്ങൾ ഈ സാധുക്കളെ നോക്കൂ. ഈ സാധുക്കളെ സംരക്ഷിക്കുന്നവരെ നിങ്ങൾ എങ്ങനെയാണ് എതിർക്കുന്നത്? നിങ്ങൾ ഈ അവഗണിക്കപ്പെട്ടവരെ നോക്കൂ. ഈ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് എതിരായി നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് അവഗണിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഭരണാധികാരികൾക്കുള്ളത്. സാധുക്കളെ ചേർത്ത് പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഭരണാധികാരികൾക്കുള്ളത്. ആ ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ നടത്തുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. വിളിച്ചു പറയേണ്ട ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നീതി നടപ്പാക്കപ്പെടട്ടെ, സ്നേഹം പുലരട്ടെ, സാഹോദര്യം നഷ്ടമാകാതിരിക്കട്ടെ. നമ്മുടെ ഈ നാട് ഇവിടെ എല്ലാവരുടെയും നാടാണ്. ഈ എളവൂർ ദേശം മാത്രമല്ല, ഈ ഭാരതം ഒന്നാകെ എല്ലാവരുടെയുമാണ്. എല്ലാവർക്കും ഇടമുള്ള മണ്ണാണ്. അങ്ങനെ ഒരു നാടായി ഇതിനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ഇത് ശബ്ദിക്കപ്പെടാൻ, ഘോഷിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭാരതം തിളങ്ങുന്നുവെന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ പാവപ്പെട്ടവന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നുണ്ടോ എന്നൊന്ന് കൂടി നോക്കണം. പാവപ്പെട്ടവന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയാണ് ഭാരതത്തിന്റെ തിളക്കമായി മാറേണ്ടത്. അതാണ് ഗാന്ധിജി കണ്ട സ്വപ്നത്തിലെ ഭാരതം. പാവപ്പെട്ടവന്റെ മുഖത്ത് തിളങ്ങുന്ന പുഞ്ചിരിയിൽ നിന്ന് ഭാരതം തിളങ്ങട്ടെ എന്നാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നതും സ്വപ്നം കണ്ടതും. ആ സ്വപ്നത്തിലേക്ക് നമ്മുടെ നാടിനെ വളർത്താൻ ഭരണാധികാരികൾ ഉണരണമെന്ന ആവശ്യത്തോടെ ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരിമാർക്ക് നീതി ലഭിക്കണം. എല്ലാവരും സ്നേഹത്തോടെ പുലരുന്ന നല്ല നാളുകൾ ഈ നാട്ടിലുണ്ടാവണം. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ നമ്മുടെ ഇടവകയിലെ വികാരി ഫാദർ ജോൺ, പ്രിയങ്കരനായ TM സക്കീർ ഹുസൈൻ, ശ്രീ ജോസട്ടൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇടവാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അച്ഛൻ വളരെ വിശദമായി ഈ വിഷയത്തിന് ആസ്പദമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെയുള്ള മറ്റുള്ള വിഷയങ്ങളൊക്കെ സവിസ്തരം സൂചിപ്പിക്കും. ഞാൻ അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങളെ പൂർണ്ണമായി ഈ തരത്തിൽ ആദ്യം തന്നെ പിന്തുണയ്ക്കുകയാണ്. ഇത്ര മനോഹരമായ അച്ഛൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴവും ആ സ്നേഹവും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുദ്രാവാക്യം വിളിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ് ആ വാക്കുകൾ മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. അതാണ് യഥാർത്ഥ മതവിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും മതം നമ്മുടെ രാജ്യത്ത് വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ വാക്കുകളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു മതവും നമ്മളത് പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും മതങ്ങളുടെ സാരാംശം എന്താണ്? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കും, അല്ലേ? വ്യത്യസ്തമായ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മതവിശ്വാസിയാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നാമധാരി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സഹോദരന്മാർ എന്ത് തെറ്റാണ് ചെയ്തത്? നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ യേശുക്രിസ്തുവിന്റെ അനുയായിയായി ഈ രണ്ട് സഹോദരിമാർ
ദൈവത്തിൽ അർപ്പിതമായി ജീവിതം മുന്നോട്ട് പോകുന്ന ആ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചില്ലേ, അനാഥരെയും അനാഥ കുട്ടികളെയും പ്രായം ചെന്നവരെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന ആ കന്യാസ്ത്രീ സമൂഹം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക. യേശുക്രിസ്തു നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയായ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാനല്ല പഠിപ്പിച്ചത്, അല്ലേ? നിന്റെ അയൽവാസി. അപ്പൊ മനുഷ്യനെ, അച്ഛൻ പറഞ്ഞില്ലേ, ആദ്യം നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ അതന്നെ യേശുക്രിസ്തു പറഞ്ഞത്. അല്ലെങ്കിൽ വേണേ യേശുക്രിസ്തുവിന് പറയായിരുന്നു, നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയായ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ പറയാമായിരുന്നില്ല, പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ആ അനുയായികളായ ദൈവത്തിൽ അർപ്പിതമായി ജീവിതം മുന്നോട്ട് പോകുന്ന ആ സഹോദരിമാർക്ക് ഒരിക്കലും വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്താഗതിയോ ഉള്ള ഒരു തെറ്റായ ചിന്താഗതിയും മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ എന്താണ് ചെയ്തത്? പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, അത് ജാതിക്കും മതത്തിനപ്പുറം ആ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ കന്യാസ്ത്രീമാര് അല്ലെങ്കിൽ വൈദികർ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചില മഠങ്ങളുടെയൊക്കെ ചേർന്ന് തന്നെ അനാഥാലയങ്ങൾ, അല്ലേ, പ്രായം ചെന്നവരെ ശുശ്രൂഷിക്കുന്ന. ഇപ്പൊ ആലുവത്തിൽ എത്രയോ ചുണങ്ങ അങ്ങനെ ഒത്തിരി കരിയാണ്, അങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അവരെന്താ ചെയ്യുന്നത്? ഈ പാവപ്പെട്ട സഹോദരിമാരെ, അവരെ ആരും നോക്കാൻ അനാഥരായവരെ അവരെ കുളിപ്പിക്കുന്നു, അവരെ രോഗം ചികിത്സിക്കുന്നു, അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരായി അവരെയാണ് ഈ തുറങ്കിൽ അടച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? നമുക്കറിയാം, ഇവിടുന്ന് റോജിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MLA നമ്മുടെ നാട്ടിൽ നിന്നും അവിടെ ഛത്തീസ്ഗഡിൽ പോയിട്ട് ഞാൻ റോജിയെ വിളിച്ചു വിശേഷങ്ങൾ അറിയാം. റോജി പറഞ്ഞു, അവിടെ ജയിലിൽ പോയി ഇവർ രണ്ടുപേരെയും കണ്ടു. ഈ രണ്ടുപേരെയും കണ്ടപ്പോൾ അവർ വലിയ പ്രയാസത്തിലാണ് അവരുമായി സംസാരിച്ചത്. എന്താണെന്നറിയാം, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തി. അവിടെ ഈ പറഞ്ഞ ബജരംഗദൾ പ്രവർത്തകർ അവരൊരു വളരെ മോശമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ മോശമായി പെരുമാറി സംസാരിച്ചു എന്നുള്ളൊരു അവരോട് വളരെ സങ്കടത്തോടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവര്, ഈ രാജ്യം എങ്ങാടാണ് പോകുന്നത്? ഈ രാജ്യം അങ്ങനെ പോയാൽ മതിയോ? ഈ രാജ്യം അങ്ങനെ പോയാൽ ശരിയാവോ? ഞാൻ ഇവിടെ ജനാധിപത്യവും മതേതരത്തെ രാജ്യമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് എല്ലാ മതങ്ങളിൽ വിശ്വസിക്കാനും എല്ലാ മതങ്ങളിൽ പ്രവർത്തിക്കാനും ആ മത ആശയങ്ങൾ പ്രചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ രാജ്യത്ത്, ഒരു സംശയമില്ല. അതാണ് ജനാധിപത്യ മതേതര രാജ്യം. ആ ഭരണഘടനയാണ് എന്നെയും നിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിഷേധിക്കാൻ പോലെയുള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്, നമ്മൾ വേദനിപ്പിക്കുന്ന സംഭവം നടക്കുന്നത്. ആ പാവപ്പെട്ട രണ്ട് സഹോദരന്മാരെ കള്ളക്കേസിൽപ്പെടുത്തിയാണ് തുറങ്കിൽ അടച്ചത്. അപ്പൊ ഭരണാധികാരി കേന്ദ്രമന്ത്രി ഒരാളോട് ചോദിച്ചു, പത്രക്കാർ ഇന്നലെ ചോദിച്ചു, അയ്യോ കോടതിയിൽ ഇരിക്കരുത്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെല്ലാം അറിഞ്ഞതല്ലേ? ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ മതപരിവർത്തനത്തിന് പോയതല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പറയാമായിരുന്നില്ലേ? ഈ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ഉദ്യോഗസ്ഥർ അവരെ പറയാമായിരുന്നല്ലോ, അവർ തെറ്റ് ചെയ്തവരല്ല, അവരെ ആ തുറങ്കിലടക്കാൻ പാടില്ല, അവരെ കേസെടുക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ ആളുകൾക്ക്, ഈ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ഇടപെടാൻ പറ്റിയില്ല? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പ്രതിഷേധം നമുക്ക് മുന്നോട്ട് പോകും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒന്നാണ്. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും സിഖായാലും പാർസിയായാലും എല്ലാവരും നമ്മൾ ഒന്നാണ്. നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതിൻ്റെ ഇടയിൽ പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചതുപോലെ, പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം എങ്ങനെ ഇന്ത്യ ഭരിച്ച് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പാർസിയെയും എല്ലാവരും വിഭജിച്ചാണ് ഭരിച്ചത്. അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ.
നമ്മളിവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വൈദിക ശ്രേഷ്ഠരെയായാലും പറയുമ്പോൾ ഒത്തിരി കാര്യം ഇവിടെ അച്ഛൻ അവിടെ ജോലി ചെയ്ത് അച്ഛനോട് ഇരിക്കണമെന്ന് പറഞ്ഞു ഒത്തിരി കാര്യം, പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെയുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ അല്ല ആ സഹോദരിമാരെ പോലുള്ള ആളുകളെ, വൈദിക ശ്രേഷ്ഠരെ, അതുപോലെ തന്നെ കന്യാസ്ത്രീമാരെ ഇങ്ങനെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഉപദ്രവിക്കുവാൻ, കള്ളക്കേസെടുത്ത് തുറങ്കലെടുക്കുവാൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും നിങ്ങൾ നടത്തിയ ഈ ഇവിടെയുള്ള ഇടവകയിലെ ഓരോ അംഗങ്ങൾ നടത്തിയ ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജോൺ അച്ഛനടക്കമുള്ള ബഹുമാന്യനായ എംഎൽഎ പ്രസാദത്ത്, ഏറ്റവും ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രായം ചെന്ന അമ്മമാർ, കാരണവന്മാർ, ഇന്ത്യയുടെ ജനാധിപത്യ ശ്വാസത്തിന് വേണ്ടി എന്താണ് നമുക്ക് വിശ്വാസങ്ങൾ നൽകിയതെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് യേശു നൽകിയ സന്ദേശം അത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആണെന്ന് ഒരിക്കൽ കൂടി രാജ്യത്ത് വിളിച്ചു പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിമേരി സിസ്റ്ററും വന്ദനാഭന സിസ്റ്ററൊക്കെ അടക്കമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തേണ്ട വന്നതിന് ഈ രാജ്യത്തിന്റെ പൗരൻ എന്നുള്ള രീതിയിൽ തലകുനിക്കുക. കാരണം നമ്മുടെ പൂർവികന്മാരായ ദേശസ്നേഹികളായ മനുഷ്യർ ഈ രാജ്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് തോളോട് ചേർന്ന് ഈ രാജ്യത്തിന്റെ സ്നേഹം, ലോകത്തിന് സമാനതകളില്ലാത്തൊരു സംസ്കാരത്തിന്റെ ഉടമകളായി, ജാതിയുടെ, മതത്തിന്റെ, ഗോത്രത്തിന്റെ, വർണ്ണത്തിന്റെയോ നിറത്തിന്റെയോ സമ്പത്തിന്റെ വ്യത്യാസമില്ലാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ കൈകോർത്ത് നിന്ന് കിട്ടിയ ജനാധിപത്യം, മതേതരത്വം, എല്ലാ വിശ്വാസങ്ങളും ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ദീർഘനാള് ചർച്ച ചെയ്ത്, വർഷങ്ങളോളം ചർച്ച ചെയ്ത് പാകിസ്ഥാൻ എന്ന ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കപ്പെടുമ്പോ ഈ രാജ്യത്ത് രാജ്യസ്നേഹികളായ മുഴുവൻ മനുഷ്യർ, ആ മനുഷ്യരിൽ എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹവും, ഈ ലോകത്ത് പല രാജ്യങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിന് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമായിരുന്നു. പക്ഷേ പിറന്ന മണ്ണ്, ജനിച്ച വളർന്ന മണ്ണ്, സ്നേഹത്തിന്റെ മണ്ണ്, കരുണയുടെ മണ്ണ്, കാരുണ്യത്തിന്റെ മണ്ണ്, ആ മണ്ണിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ തന്നെ മരിക്കണമെന്ന് രാജ്യസ്നേഹം ഉയർത്തിയ നാട്ടുകാരായ നമ്മൾ, ജാതിഭേദമന്യേ രാജ്യത്തിന് വേണ്ടി ചേർന്ന് നിന്ന നമ്മൾ ഇന്ന് എന്തിനു വേണ്ടി നമ്മൾ സംഘടിച്ചിരിക്കുന്നു? വർക്കിച്ചേട്ടനെയും മേരി ചേച്ചിനെയും ഞാൻ കണ്ടൊരു സാഹചര്യമുണ്ട്. എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാ, സാമൂഹ്യ പ്രവർത്തകരാ. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു കാത് ശരിക്ക് അമ്മച്ചിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു സൈഡാ കേൾക്കാൻ. വാർദ്ധക്യത്തിലും ഭീതിയോടെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അയച്ച മക്കളെ ഞാൻ ഇടവയെ അങ്ങ് സല്യൂട്ട് ചെയ്യുക. കാരണം 157 പേരെയാണ് ഈ നാട്ടിലെ കാരണവന്മാർ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് കൈകാൽ വളരുന്നു എന്ന് നോക്കുമ്പോ സമൂഹത്തിന് വേണ്ടി പറഞ്ഞയച്ച ഈ നാടിൽ നിന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇതിൽ കൂടുതൽ രാജ്യസ്നേഹം നമ്മൾ എങ്ങനെയാ തെളിയിക്കുക? ആ 157 2 പേരാ കുടുംബത്തിൽ നിന്നാണ്. ഇന്ന് ബെന്നിച്ചേടനും റോജിയെല്ലാം പറഞ്ഞില്ലേ, ബൈജു എന്ന നമ്മുടെ സഹോദരനെ ആ സഹോദരി കാണുമ്പോ, സിസ്റ്റർ കാണുമ്പോ എന്താണ് അനുഭവിച്ചത് പറയാതെ തന്നെ നെഞ്ചത്തോട് ചേർന്നുള്ള സഹോദരന്റെ മാറിൽ കിടന്നുകൊണ്ട് അനുഭവിച്ച കരച്ചിലുണ്ടല്ലോ, ഏത് വാക്കുകൾ കൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കും? മനസ്സാക്ഷി മരിക്കാത്ത മനുഷ്യൻ. നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചു, ഇവിടെ ഒരു ജനാധിപത്യം, ഇവിടെ ഒരു മതേതര ഒരുപാട് ത്യാഗം നമ്മുടെ കാരണവന്മാർ ചെയ്തതാ. ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ കാരണവന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട്, പ്രയാസപ്പെട്ട്, വേദന അനുഭവിച്ചാണ് നമ്മളെയൊക്കെ ഈ കോലത്തിലാക്കിയിട്ടുള്ളത്. അതിന്റെ നന്ദിയാണ് നമ്മുടെ രക്ഷകർത്താക്കൾ അത്തരത്തിലെ ഈ തരത്തിൽ ഇപ്പോഴല്ല. എന്താണ് അവര് ചെയ്ത തെറ്റ്? ഇവിടെ MLA സൂചിപ്പിച്ചു, അവര് ചെയ്ത തെറ്റെന്താണ് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇതുവരെ. തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു. എന്താണ്?
മതപരിവർത്തനം, കടത്ത്, മനുഷ്യക്കടത്ത്, അതിന്റെ സെക്ഷൻ ഞാൻ ലോ കോളേജ് പഠിച്ചതാണ്. ഞാൻ പറയും എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ LP സ്കൂള് എൻ്റെ സർക്കാർ സ്കൂളായിട്ട് വരുമ്പോൾ ഒരു വീടിൻ്റെ അടുത്തുള്ളത്. അത് കഴിഞ്ഞ് UP-യും ഹൈസ്കൂളും ഞാൻ ക്രിസ്ത്യൻ സ്കൂളാണ് പഠിച്ചത്, ആശ്രമ ഹൈസ്കൂൾ. അത് കഴിഞ്ഞ് രാജഗിരി സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ ഇപ്പോഴും നോക്കുന്നു, അലക്സ് അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പൽ അവിടെ പ്രാർത്ഥിക്കാൻ വേറെ സ്ഥലമില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബോർഡിങ്ങിലാ മോനെ, പേടിക്കണ്ട മോനെ, ഒരു പ്രയാസമില്ല, മോൻ്റെ വിശ്വാസം അനുസരിച്ച് ആ ചാപ്പലിൽ അവിടെ പ്രാർത്ഥിച്ചോളാം. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് സെന്റ് പീറ്റേഴ്സ് കോളേജ് കോളഞ്ചേരിയിലാണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരിയിലാണ്. ലോ കോളേജ് മാത്രമാണ് വേറെ പഠിച്ചത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൽപ്പെട്ടവർ, അവരൊക്കെ ഈ സമുദായത്തിൽപ്പെടുന്ന മിഷണറിമാർ ഈ രാജ്യത്തിന് വിപ്ലവകരമായ മുന്നേറ്റം നൽകുന്നത് വിദ്യാഭ്യാസ, ചാരിറ്റി, ആതുര ശുശ്രൂഷ രംഗത്ത് ഈ സമുദായം ചെയ്ത കോൺട്രിബ്യൂഷൻ ആർക്കെങ്കിലും മറക്കാൻ പറ്റൂ? അഭിമാനത്തോടു കൂടി പറയാ. ഞാനും ഒരു പ്രസ്ഥാനത്തിന്റെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്. പക്ഷേ ഈ ഒന്ന് ആലോചിച്ച് നോക്കി, കാടും മലയും തീണ്ടി മൃഗങ്ങളെയും എല്ലാം പേടിച്ചും ഈ രാജ്യത്ത് വിപ്ലവകരമായ സൃഷ്ടി. ഞാൻ ഇന്ന് ഇപ്പൊ അങ്കമാലിയിൽ പ്രസംഗിച്ചിട്ട് വരിക. അവിടെ സംഘടിപ്പിച്ച ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടുത്തെ ജ്വാല ഉദ്ഘാടനം ചെയ്തിട്ട് വരിക. ഞാൻ പറഞ്ഞു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. ഞാനൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ ആ ശുശ്രൂഷ രംഗത്ത് സമൂഹത്തിന് ഈ അടുത്ത ദിവസം പോലും എന്റെ വണ്ടിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഒരു സഹോദരിയുമായി വന്ന് അവിടെ അവർക്ക് ശുശ്രൂഷ നൽകുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, മദർ തെരേസക്ക് ഇതേപോലെയുള്ള വർഗീയവാദം ഇതിന് മുന്നിട്ടുണ്ടായിട്ടുണ്ട്. ആരാ മദർ തെരേസ? ആരൊക്കെയാണ് ചില വർഗീയ ശക്തികൾ പറഞ്ഞ് പ്രചരിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു. ഇതേപോലെ കൽക്കട്ടയിൽ ഒരു പരാതി കൊടുത്തു, പോലീസ് വന്നു. അന്നൊക്കെ ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നീതി നടപ്പിലാക്കാൻ ആര് ബഹളം വെച്ചാലും. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞാൻ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് മദർ തെരേസയുടെ ആ ശുശ്രൂഷ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആ ഉദ്യോഗസ്ഥൻ കണ്ട കാഴ്ച കണ്ട്, കാരണം അവർ ജാതിയോ മതോ ഗോത്രമില്ലാത്ത മനുഷ്യശരീകളായ ആരും അന്വേഷിക്കാത്തവരുടെ തീട്ടവും മൂത്രം കോരിക്കൊണ്ട് ആ വാർദ്ധക്യത്തിലും മനുഷ്യന്റെ കരുണ എന്നാണ് യേശുവിന്റെ സന്ദേശമെന്നാണ് കാണിക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്നും അക്ഷരം മിണ്ടാതെ പുറത്തു ചെന്ന് കൂടിയ ജനത്തോട് പറഞ്ഞു, നിങ്ങളൊന്നകത്ത് കാണുക, നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന മനസ്സ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇവിടെ നിങ്ങൾ വച്ചേക്കില്ല എന്ന ഉദ്യോഗസ്ഥൻ ആർജവത്തോട് പറയാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ സഹോദരിമാരെന്താ പറഞ്ഞു? എന്താ ചെയ്തത്? സമുദായ പരിവർത്തനം 5 വർഷം മുന്നേ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കിയ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടു. വിശ്വാസികളാണ് അവിടെ ഈ സിസ്റ്റേഴ്സ്മാര്, അവരെ റെയിൽവേ സ്റ്റേഷനിലെ അവരുടെ ഒരു സഹോദരൻ വേറൊരു കുട്ടിയും ഇതേപോലത്തെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവര് മുതലേ സഹോദരന്റെ കൂടെ എല്ലാ രേഖകളും, മാതാപിതാക്കൾ ഐഡന്റി കാർഡ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വയസ്സ് പ്രായപൂർത്തിയായില്ല, എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞു. അങ്ങനെയുള്ള കുട്ടികളുടെ മുഴുവൻ സുരക്ഷിതം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ വന്നിറങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ പേരിലാണ് ആദ്യം കണ്ടെത്തുന്നത്. ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്താ? പോലീസിനെ അല്ല വിളിച്ചത്, അവിടെയുള്ള ബഹ്റൈനിലെ പ്രവർത്തകരെ വിളിച്ചു. ജ്യോതി ശർമ്മ, ഇന്ത്യൻ അവരെ സ്റ്റേറ്റ് ദാർഢ്യം ഞാൻ കണ്ടു. അവര് പറയുന്ന പ്രവർത്തനം അവരാണ്. പിന്നെ സിസ്റ്റർ പറഞ്ഞു, അവിടെ അൻവർ പറഞ്ഞത് മാതിരി ഞാനും നമ്മുടെ നേതാക്കന്മാരെ വിളിച്ച്, ജനപ്രതിനിധികളെ, ഞാൻ രാഷ്ട്രീയമല്ല, ഒരു കാരണവശാൽ ഇത്തരത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം പാടില്ല. അവര് പറഞ്ഞു അവരുടെ എല്ലാ രേഖകളും അവരുടെ കയ്യിലുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച മന്ത്രിക്ക് അന്ന് ഇടപെടാമായിരുന്നു. ആ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു രേഖകളും ഇല്ലാത്തതില്ല. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സിസ്റ്റർ ആ കാരണത്താൽ ഇവര് അത് കഴിഞ്ഞ ഒരു കുട്ടിയിൽ നിന്ന് 2000 രൂപ കിട്ടി. ആ കുട്ടിയോട് ബലമായി പറയിപ്പിക്കുകയാണ്, എന്താണ് മതപരിവർത്തനത്തിന് വേണ്ടി കൊടുത്തതാണെന്ന് പറയിപ്പിക്കാൻ, സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ, അത് റെക്കോർഡ് ചെയ്യാൻ. എനിക്കറിയാം, ഒരു ലോ സ്റ്റുഡന്റ് ആയിരുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിൽ പോലീസ് നോക്കി നിൽക്കുമ്പോ ആ സിസ്റ്റർ പറഞ്ഞു വൈജുവിനോട്, നിങ്ങളുടെ നാട്ടുകാരെ ചോദിച്ചു നോക്കണം, എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റാത്തതാണ് അനുഭവിക്കേണ്ടത് വന്ന് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമാണ്, എന്റെയും സഹോദരന്മാരുമാണ് ഇത് അനുഭവിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളെ വല്ലാതെ സംസാരിക്കാൻ 2 കിലോമീറ്റർ നടന്നു വന്ന് നിങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല. പക്ഷേ ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യം ഈ അച്ഛൻ സൂചിപ്പിച്ചത് മാതിരി
ഈ രാജ്യം മനുഷ്യ സ്നേഹത്തിന്റെയാണ്, കരുണയുടെയാണ്, കാരുണ്യത്തിന്റെയാണ്, നന്മയുടെയാണ്. ആ നന്മയാണ് നമ്മുടെ അംബേദ്കർ വിഭാവനം ചെയ്ത നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയിലുള്ള സ്വാതന്ത്ര്യത്തോട് ജീവിക്കുന്നതിന് ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് പറയുന്നത്. വലിയ ഗതികേടിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളും ഒന്നും ആലോചിച്ച് നോക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ അടുത്ത തലമുറ കടന്നു വരുമ്പോ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീതി മേരി സഹോദരിക്ക് സിസ്റ്റർക്കടക്കം ഈ വേദന അനുഭവിക്കുമ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അച്ഛൻ സൂചിപ്പിക്കുന്ന സ്ഥലത്തെ അനുഭവങ്ങൾ ഇന്ന് അച്ഛന്മാര്, വൈദികര്, സിസ്റ്റർമാര് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഭീതിയാണ് ഈ ഇന്ത്യയിൽ സമൂഹം അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീതി നടപ്പിലാക്കണം. ഈ രാജ്യത്ത് നീതി വേണം. ഇവിടെ ആത്മാർത്ഥമായി പൊതുസമൂഹത്തിന് സേവനം ചെയ്ത് എന്താണ് നേരത്തെ പറഞ്ഞ എനിക്ക് ഏത് ഭാഷ അതിന് ഉപയോഗിക്കണമെന്നറിയില്ല. പക്ഷെ എനിക്ക് പരിധിയും പരിമിതിയും ഉള്ളതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുമായി വിഘടിച്ചുകൊണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് രാജ്യസ്നേഹവും താല്പര്യവും കാണിക്കുമ്പോൾ നമ്മളൊന്ന് അറിയണം, ഐഡിയോളജിയിലേക്ക് നോക്കണം. ഈ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നീതിക്ക് വേണ്ടി, ആ നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ വിശ്വാസപരമായ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. ഇതിലൊന്നും തളരുന്നവരല്ല ക്രിസ്ത്യൻ സമൂഹം എന്നറിയാം. യേശു ക്രിസ്തുവിനെ കുരിശിലേന്തി ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തിൽ പരാമർശമായി വളർന്നു വന്ന നീതിക്ക് വേണ്ടി ഈ സമുദായമേ, ഈ സമുദായത്തെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് പറയാൻ കഴിയും. ഈ സമുദായത്തിന് ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ, സ്വാതന്ത്ര്യത്തിലെ കരുണയെ, കാരുണ്യത്തിലെ നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഭീഷണിപ്പെടുത്തി അമർച്ച ചെയ്യാൻ കഴിയില്ല എന്ന അച്ഛന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് നിങ്ങൾ വിളിച്ച അവസാന മുദ്രാവാക്യമുണ്ടല്ലോ, സ്നേഹമാണ്. ആ സ്നേഹമാണ് സാഗരം, ആ സാഗരമാണ് മനുഷ്യൻ. ആ മനുഷ്യന് വേണ്ടി, നീതിക്ക് വേണ്ടി നമുക്ക് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പടപൊരുതിയാലും ഈ സിസ്റ്റർക്ക് വേണ്ടി, സിസ്റ്റർമാർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം നടത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചച്ച ജോണിയച്ച, ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട മിസസ് സാക്കിർ ഹുസൈൻ, ജോസേട്ടർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ ഇടവകയിലെയും നമ്മുടെ ഇടവക അതിർത്തിയിലുള്ള മറ്റ് സഹോദരങ്ങളെ, നമ്മൾ ഈ സായം സന്ധ്യയിൽ നമ്മുടെ 2 സഹോദരിമാരുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ജാഥയും ഒരു പ്രതിഷേധ യോഗവും നമ്മൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധികാരികളെ കേട്ടോളൂ, വീടും വിട്ട് നാടും വിട്ട് പാവങ്ങൾക്കായി ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയരാം കന്യാസ്ത്രീകളെ, ഞങ്ങളുടെ പ്രിയരാം കന്യാസ്ത്രീകളെ അകാരണമായി തുറങ്കിലടച്ച കിരാതഭരണം വേണ്ടേ വേണ്ട ന്യൂനപക്ഷ സമൂഹത്തെ അടിച്ചമർത്താൻ നോക്കുന്നെങ്കിൽ ഞങ്ങളൊന്നായി പറയുന്നു, ക്രൈസ്തവർ ഒന്നായി പറയുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിന്റെ ജ്വാല. പ്രതിഷേധം, പ്രതിഷേധം, ഇടവകയുടെ പ്രതിഷേധം, ഇളവൂരിന്റെ പ്രതിഷേധം, ഭരണകൂടം തീരുമാനിക്കുക, കന്യാസ്ത്രീകളെ വിട്ടയക്കുക, കന്യാസ്ത്രീകളെ വിട്ടയക്കുക, തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുക, ന്യൂനപക്ഷ പീഡനങ്ങൾ അവസാനിപ്പിക്കുക, ഭരണാധികാരികൾ നീതി പാലിക്കുക, മതപരിവർത്തന പേര് പറഞ്ഞ് FIR തിരിവരി കാട്ടി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് മാനസികമായി പീഡിപ്പിച്ച മഹത്തായ ഒരു പൈതൃകത്തെ അച്ചു തകർക്കാൻ നോക്കുന്നെങ്കിൽ ഞങ്ങളൊന്നായി പറയുന്നു, ഞങ്ങളൊന്നായി പറയുന്നു, ക്രൈസ്തവർ